അങ്ങനെ ഞങ്ങളുടെ ഷാപ്പിലെ പ്രണയം എന്ന ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ വിജയകരമായി അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ രീതിയിലും ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കി തന്ന ഞങ്ങളുടെ ഷാപ്പിലെ ശരത്തേട്ടന് ഞങ്ങൾ ആദ്യം നന്ദി പറയുന്നു. പിന്നെ അടുത്ത മാസം 10-ാം തീയതിയാണ് കിസ്മത്ത് വിഷൻ എന്ന യൂട്യൂബ് ചാനലിലാണ് ഷാപ്പിലെ പ്രണയം റിലീസാവുന്നത്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് സിനോദാണ്. അതുപോലെ തന്നെ ആ ഗാനം പാടിയിരിക്കുന്നത് കരിങ്കാളി ആൽബം പാടി ഹിറ്റാക്കിയ അനൂപേട്ടനാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന രേണുസുതി ആൻഡ് പ്രതീഷാണ്. പിന്നെ ഒരുപാട് കലാകാരന്മാർ ഇതിൽ അണിനിരക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നവാസിക്കയാണ്. അപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് യാതൊരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. ഭംഗിയായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞു. ഞാൻ വിചാരിച്ച എല്ലാ ഷോട്ടുകളും എനിക്ക് കിട്ടി. ചേച്ചി ആയാലും പ്രതീക്ഷ ആയാലും ബാക്കിയുണ്ടായ എല്ലാ കോ ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരും സഹകരണങ്ങളുണ്ടായി. പിന്നെ ഈ നാട്ടുകാരുടെ സഹകരണങ്ങളുണ്ടായി, ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ സഹകരണങ്ങളുണ്ടായി. അപ്പോൾ പ്രൊഡ്യൂസറെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്ക് ഈ ചെറിയൊരു അസുഖം വന്നുകൊണ്ട് പുള്ളിക്ക് ഞങ്ങളിപ്പം ഇവിടെ വരാൻ പറ്റിയില്ല. പുള്ളിയുടെ പേര് ലൈജു മാളക്കാരി എന്നാണ്. അപ്പോൾ പുള്ളിക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ഷൂട്ടിങ്ങിൻ്റെ പാക്കപ്പ് പറയാണ്. പാക്കപ്പ് ഓക്കെ.